ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബോസ്റ്റണിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഇവിടെ ബോസ്റ്റണിൽ എത്തി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഇത്. നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിയാറായി. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലൈറ്റായി. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. ഉള്ളത് കഴിക്കാമല്ലേ, അല്ലെങ്കിൽ പിന്നെ പുറത്തു പോയി കഴിക്കേണ്ടി വരും. ഈ ഹോട്ടലിൻ്റെ 6ാമത്തെ നിലയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്ത് അടിപൊളി വ്യൂ ആണ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇതൊരു അടിപൊളി സിറ്റിയാണ്. അപ്പോൾ ഈ സിറ്റിയുടെ നടുക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാത്രിയൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. റോഡും വണ്ടികൾ പോണതും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഹോട്ടലിൽ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കണത്. അങ്ങനെ നമ്മളിതേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. എന്ത് തിരക്കാണെന്നറിഞ്ഞാൽ ഇത്രയും തിരക്ക് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും തിരക്കുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലിലും ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഒരുപാട് പേര് താഴെ ഇങ്ങനെ വട്ടം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഒരു ലേഡി ഇങ്ങനെ വയ്യാതെ അവിടെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും ഇരിക്കണത്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഫുഡെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അതേ വഫിൾസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് തയ്യാറാക്കാം. അതിനു വേണ്ടി നല്ല ക്യൂ ആയിരുന്നു അവിടെ. അതിപ്പോൾ എല്ലാ ഹോട്ടലിൽ ചെന്നാലും ഇവിടെ വഫിൾസ് ഉണ്ട് കേട്ടോ. അതൊരു മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിലിങ്ങനെ തേനിൻ്റെ സിറപ്പ് ഒഴിച്ച് കഴിക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അതേ ഫസ്റ്റ് തന്നെ 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇത് ഓട്സാണ് കേട്ടോ. ഇങ്ങനെ കുറുക്ക് പോലെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കാം. അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സുകൾ വേറെ ഇരിപ്പുണ്ടായിരുന്നു. ആപ്പിള്, ഓറഞ്ച്, അതൊക്കെയാണ് ആ ഭാഗത്ത് ഇരിക്കുന്നത്. പിന്നെ 2 ടൈപ്പ് കോഫി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ ചോക്കോസിൻ്റെ പല ടൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് ഉണ്ടായിരുന്നേ. അത് എന്നപ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ പിന്നെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ടാണ്. പിന്നെ കുറേ ബിസ്ക്കറ്റുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ഇങ്ങനെ വേവിച്ചത് ഇങ്ങനെ നുറുക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് കാണുന്നത്. സവാള, അതുപോലെ തന്നെ ടൊമാറ്റോ, ഒലീവ്, പിന്നെ കുറേ ചീസ്, അതൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കപ്പ് കേക്ക്, ഡോണറ്റ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേത് കഴിക്കും എന്നുള്ളതാണ് ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറേ ബ്രെഡും ബണ്ണും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിച്ചില്ല എന്നും മാത്രം. അപ്പം ഞാൻ മെയിനായിട്ട് കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊമാൽ റൊട്ടി പോലത്തെ ഒരു ഇത് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിലിങ്ങനെ കുറേ ചിക്കനും പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ നേരത്തെ ഉപ്പിലിട്ടൊക്കെ കാണിച്ചു തന്നില്ല. അതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ട് ഒരു ഷവർമ മോഡിലാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിള്ളേർ പതിപോലെ തന്നെ ഒരു ചോക്കോസും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും ഒട്ടും കിട്ടൂല. അവരത് അപ്പം തന്നെ അത് ക്ലോസ് ചെയ്ത് കളയും. അതാണ് ഇവിടെയൊക്കെ വന്നാലുള്ള പ്രശ്നം. പിന്നെ അതേ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വഫിൾസും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ ടേസ്റ്റും നമ്മൾ അറിയണ്ടേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലേക്കാണ് വന്നത്. ഈ തണുപ്പിൻ്റെ സമയത്ത് എന്തിനാണ് ഇവിടെ ഇറങ്ങണേന്ന് പിള്ളേരോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ. പിള്ളേർക്ക് ഇവിടെ ഇറങ്ങിയാലേ മതിയാവുള്ളൂ. പിന്നെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും അവർ ഫുള്ള് ഹീറ്ററൊക്കെ ഇട്ടിട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ താനെ പൂളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന രീതിയിലാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിള്ളേരൊക്കെ കുറേ പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബോസ്റ്റണിൽ നമ്മൾ ആകെ ഒരു ദിവസമുള്ളൂ എന്നേ. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് പരമാവധി ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങണ്ടേ. ഈ പൂളിലൊക്കെ ഇറങ്ങി വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞാൽ പിള്ളേർ കേൾക്കില്ല. പിന്നെ പിള്ളേരെ ഇഷ്ടമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ കുറച്ച് നേരം അവർക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിട്ടുകൊടുത്ത് അവരവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ. അതൊക്കെയല്ലേ ഒരു രസം. ഇനി നമുക്ക് ഈ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് വേണം നമുക്കിനി പുറത്ത് ബോസ്റ്റൺ കറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബോസ്റ്റണിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.